തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെട്ട MSC എൽസ 3 എന്ന കപ്പലിൽ നിന്നുമുള്ള കണ്ടെയ്നറുകൾ തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങിന് സമീപത്തുള്ള തീരദേശത്തും വന്നടിയുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2 കണ്ടെയ്നറുകളാണ് ഇപ്പോൾ നിലവിൽ ഈ തീരദേശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഒന്ന് പൂർണ്ണമായും മറ്റൊന്ന് ഭാഗികമായും തകർന്ന നിലയിലാണുള്ളത്. അതിൽ നിന്നുള്ള ചാക്കുകെട്ടുകളും മറ്റും തീരത്തടിഞ്ഞിട്ടുണ്ട്. കണ്ടെയ്നറിൽ നിന്നും പൊട്ടി പുറത്തേക്ക് വന്ന ചാക്കുകളിലെ വിവരങ്ങൾ പ്രകാരം LLDP അഥവാ ലീനിയർ ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ എന്ന ഒരുതരം രാസവസ്തുവാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഈ അഗ്രികൾച്ചർ, പാക്കേജിംഗ്, കൺസ്ട്രക്ഷൻ എന്നീ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് ഇതിനകത്തുള്ളത്. അത് തീരത്തെ പല ഭാഗങ്ങളിലും പൊട്ടി ഈ തീരത്തേക്ക് പടർന്ന രീതിയിലാണ് കാണുന്നത്. 2 കണ്ടെയ്നറുകൾ ഈ വസ്തുക്കൾ തന്നെയാണോ അതോ മറ്റു കണ്ടെയ്നറുകളിൽ നിന്ന് പൊട്ടി വന്നിട്ടുള്ള പ്ലാസ്റ്റിക് ചാക്കുകളാണോ എന്നൊന്നും വ്യക്തമല്ല. 2 കണ്ടെയ്നറുകളും നിലവിൽ കാലിയാണ്. അതിനകത്തൊന്നും തന്നെ കാണാനില്ല. ഒന്ന് പൊട്ടി പരിപൂർണമായി തീരത്തടിഞ്ഞിട്ടുണ്ട്, മറ്റൊന്ന് ഭാഗികമായി തകർന്നിട്ടാണുള്ളത്. തീരദേശവാസികൾ നിലവിൽ ആശങ്കയിലാണ്. നിലവിൽ ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ചും മറ്റ് പോലീസും, തീരദേശ പോലീസും കോസ്റ്റൽ ഗാർഡും അടക്കം പോലീസ് നിലവിൽ തീരദേശത്തുണ്ടെങ്കിലും ദുരന്ത നിവാരണ അതോറിറ്റിയെ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. കലക്ടറേറ്റിൽ നിന്നടക്കം ജീവനക്കാർ എത്തിയതിനു ശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇതിവിടെ നീക്കുന്ന പ്രക്രിയയിലേക്ക് കടക്കുക എന്നാണ് പോലീസ് നൽകുന്ന വിവരം. പുലർച്ചെ 4 മണിയോടെ കൂടിയാണ് ഇവിടെ കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞ ദൃശ്യങ്ങൾ പ്രദേശവാസികൾ അറിയുന്നതും തുടർന്ന് കോസ്റ്റൽ ഗാർഡും അഞ്ചുതെങ്ങ് പോലീസും മറ്റും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം ഇവിടെ പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. വെളുപ്പാകാലം 3 മണിക്ക് കടപ്പുറത്ത് പോകാൻ ഇവിടെ കുറച്ച് ആൾക്കാർ വരുമായിരുന്നു. അവർ കണ്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു കണ്ടെയ്നർ അടഞ്ഞു കിടക്കുന്ന. അപ്പം ആശങ്കയോടെ നമ്മൾ ഓടി വന്ന് നോക്കി. ഇങ്ങനെ എന്താണെന്ന് അറിയാൻ വയ്യല്ലേ, ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ കണ്ടെന്ന് പറയുന്നില്ലേ, അങ്ങനെ എന്താണെന്ന് ഏതാണെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഓടി വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. തെക്കൻ ജില്ലകളിലെ തീരദേശ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ പല ഭാഗങ്ങളിലായി തീരത്തടിയുന്നുണ്ട്. പാപനാശത്തും ഇപ്പോൾ 5 2 കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പ്ലാസ്റ്റിക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അസംസ്കൃത വസ്തുവാണ് തീരത്തടിഞ്ഞിരിക്കുന്നത്. എങ്കിലും പ്രദേശവാസികൾ നിലവിൽ ആശങ്കാകുലരാണ്. കാരണം ഇതിൽ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതം എത്രത്തോളമാണെന്ന് നിലവിൽ മനസ്സിലായിട്ടില്ല. അത് അധികൃതരുടെ ഭാഗത്തു നിന്നും അതിന് വ്യക്തമായ ഒരു വിശദീകരണം വന്നിട്ടില്ല. നിലവിൽ ദുരന്ത നിവാരണ സമിതി ഇങ്ങോട്ടേക്ക് എത്തി, കലക്ടർ ഉൾപ്പെടെയുള്ള സംഘം ഇങ്ങോട്ട് എത്തിയതിനു ശേഷം മാത്രമേ സ്ഥിതിഗതികൾ വിലയിരുത്തി ഇത് നീക്കുന്ന ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നുണ്ടാവുള്ളൂ. അതുവരെ ജനങ്ങൾ ആശങ്കാകുലരായി തന്നെ തുടരുന്നൊരു സാഹചര്യമാണ് അഞ്ചുതെങ്ങിൽ നിന്നുള്ളത്. ക്യാമറമാൻ ബിബിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം.